പഹൽഗാം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വളരെ വളരെ വഷളായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങൾ തുടരുകയാണ്. അതേസമയം ഈ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയതായി വിവരമുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാതിരിക്കാനും അതല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ഒഴിവാക്കാനും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ അമേരിക്കയെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ. എന്നാൽ അമേരിക്കയുടെ നിലപാട് ഇന്ത്യക്കൊപ്പമാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്ന രീതിയിലുള്ള നിലപാടാണ് അമേരിക്ക ആവർത്തിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലും അതുപോലെ പാക് സിനിമാ താരങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഒക്കെ ഇന്ത്യയിൽ നിരോധിച്ചു കഴിഞ്ഞു. പാക് ടെലിവിഷൻ ചാനലുകളൊന്നും ഇന്ത്യയിൽ കാണാൻ കഴിയില്ല. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി കടക്കുന്നതും നിരോധിച്ചു കഴിഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നൊരു നയതന്ത്രപരമായ നീക്കമാണ് ഇതുവരെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ലോകരാജ്യങ്ങളോട് ഈ തീവ്രവാദികളെ 26 പാവപ്പെട്ട മനുഷ്യരെ വെടിവെച്ച് കൊല്ലാൻ എത്രമാത്രം കരുക്കളാണ് പാകിസ്ഥാൻ നീക്കിയത് എന്നുള്ള കാര്യം മറ്റുള്ള രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതൊരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടമായി തന്നെ കാണാൻ കഴിയും. മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി കൂടി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂട്യൂബ് ചാനലൊക്കെ നിരോധിച്ച ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും അതുപോലെ നാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട്. അതുപോലെ ഡൽഹിയിൽ നിന്ന് വ്യോമാതിർത്തി കടക്കാനുള്ള വിമാനങ്ങളുടെ അനുവാദം റദ്ദ് ചെയ്തുകൊണ്ടും ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് പാകിസ്ഥാൻ വിമാനങ്ങൾ കടക്കരുത് എന്നുള്ള ഇന്ത്യൻ തീരുമാനത്തെക്കുറിച്ച് പറയാനും വിനീത വി ജി കൂടി ഡൽഹിയിൽ നിന്ന് ചേരും. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കിപ്പോൾ ആദ്യം ചേരുക. ഹാഷ്മി, ഇപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ നമ്മുടെ പട്ടാളം, നമ്മുടെ സൈന്യം ഈ തീവ്രവാദികൾക്ക് പിന്നാലെ ഉണ്ട് എന്നാണ് പറയുന്നത്. വളരെ അടുത്തായി എന്നൊക്കെ പലപ്പോഴും പ്രതീക്ഷകൾ വന്നെങ്കിലും ഇപ്പോഴും അവരെ പിടിക്കാൻ കഴിയുന്നില്ല. തെരച്ചിലിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? നമ്മളിപ്പോൾ നിൽക്കുന്ന പഹൽഗാമിലാണ്. പഹൽഗാമിൽ ഇന്ന് അധികം ദൂരെയല്ല, ഒരു 40 കിലോമീറ്റർ അകലെയാണ്. ആ സ്ഥലത്തിന്റെ പേര് പറയാൻ നമ്മുടെ മീഡിയ അഡ്വൈസർ കാരണം നമുക്ക് പറ്റുന്നില്ല. പക്ഷേ നമ്മളവിടെ പോയതാണ് സ്കെയിൻ. നമുക്ക് പക്ഷേ ദൃശ്യങ്ങളൊന്നും പകർത്താൻ അവിടെ സാധ്യമല്ല. പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വൈകല്യന്റെ കാരണം ഇവരെ ജീവനോട് പിടികൂടുക എന്നുള്ളത് ഇന്ത്യക്ക് മുന്നിൽ ഏറ്റവും പ്രധാനമാണ്. അതിന് കാരണം ഈ ഹാഷിം മൂസ എന്ന് പറഞ്ഞ അതിലെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ അതിലെ ബുദ്ധികേന്ദ്രങ്ങളിൽ ഒരാൾ, അയാൾക്ക് കൃത്യമായ പാക് ബന്ധങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അയാൾ പാക് സേനയുടെ പരിശീലനം കിട്ടിയ ആളാണ്. അയാൾ പാക് സേനയുടെ പാരാ കമാൻഡോ ആയി പാക് സേനയുടെ ദീർഘവർഷങ്ങളിലെ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം അയാളെ ലഷ്കർ ഇ തോയ്ബയിലേക്ക് അയക്കുകയും അതിനുശേഷം അയാൾ ഈ പറഞ്ഞ TRF എന്നതിലേക്ക് എത്തിച്ചേർന്നതാണ്. അപ്പോൾ അയാളുടെ കൃത്യമായ പാക് ബന്ധമാണ് അയാൾക്കുള്ളത്. അപ്പോൾ അയാളെ ജീവനോട് പിടികൂടിയാൽ മാത്രമേ അയാളുടെ മേധാവിമാർ, അയാളുടെ യജമാനന്മാർ ആരാണ്, എങ്ങനെയാണ് അയാൾക്ക് അസീമുനുമായുള്ള ബന്ധം, ഏത് രീതിയിലാണ് അയാൾക്കും ആ സംഘത്തിനും പാകിസ്ഥാൻ പട്ടാളത്തിൽ നിർദ്ദേശങ്ങൾ കിട്ടിയത്, സഹായങ്ങൾ കിട്ടിയതെന്നോ കൃത്യമായി പ്രൂവ് ചെയ്യണമെങ്കിൽ അയാളെ ജീവനോടുകൂടി പിടികൂടണം. ജീവനോടുകൂടി പിടികൂടാനുള്ള കാലതാമസം മാത്രമാണ് ഇപ്പോഴുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ ഹാഷിം മൂസ വലിയ രീതിയിൽ പരിശീലനം കിട്ടിയ ആളാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം നിബിഡ വനാന്തരങ്ങളിൽ, ഘോര വനാന്തരങ്ങളിൽ, പൈൻമരക്കാടുകൾ നിറഞ്ഞ അത്തരത്തിലുള്ള വലിയ വനാന്തരങ്ങളിൽ അവിടെ ഒളിച്ചിരിക്കുകയും പുറത്തു വരികയും ഇത്തരത്തിൽ നികൃഷ്ടമായ ഓപ്പറേഷൻ നടത്തുകയും തിരികെ ആ കാടുകളിലേക്ക് പോയി മാസങ്ങളോളം ഒളിവിൽ കഴിയാൻ കൃത്യമായ പരിശീലനം കിട്ടിയ കമാൻഡോ ആണ് അയാൾ. അതുകൊണ്ട് തന്നെ അയാൾ അക്കാര്യത്തിൽ എക്സ്പെർട്ടാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അയാളെ ജീവനോട് പിടികൂടാൻ കഴിയണം എന്നുള്ളതാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ. മാത്രമല്ല നമ്മൾ നേരത്തെ 2 or 3 സ്ഥലങ്ങളിൽ ഈ തീവ്രവാദികളും സൈന്യവും നേർക്കുനേർത്തുകയും ഒരു ഏറ്റുമുട്ടലിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നതാണ്. ഏറ്റുമുട്ടലിൽ കൂടി വധിച്ചു പിടിക്കുന്നതിനേക്കാൾ ജീവനോട് പിടിക്കലാണ് പ്രയോറിറ്റി എന്നാണ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം. ഈ ഹാഷിം മൂസയെങ്കിലും ജീവനോട് പിടിക്കലാണ് പ്രയോറിറ്റി. അതുകൊണ്ടാണ് പരമാവധി വെയിറ്റ് ചെയ്ത് അവരെ ജീവനോട് പിടിക്കാനുള്ള തീരുമാനം, ആ പ്രയോറിറ്റി. ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് പറയാം, അവർ ഏതെങ്കിലും തരത്തിൽ ഈ കാശ്മീർ വിട്ടു പോയിട്ടില്ല, ജമ്മുവിലേക്ക് പോലും പോയിട്ടില്ല, അവർ പാകിസ്ഥാനിലേക്കും പോയിട്ടില്ല. അവർ ഈ വനമേഖലകളിൽ തന്നെ അവരുണ്ട്. അതിന് താഴെ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു മല വളഞ്ഞ് പട്ടാളം അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വഴിയിലൂടെ പുറത്തേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റിയും ഇല്ല. മാത്രമല്ല അവർ കൃത്യമായി ഏത് മേഖലയിൽ ഉണ്ട് എന്ന് സൈന്യത്തിന് അറിയുകയും ചെയ്യാം.
അങ്ങോട്ടേക്ക് സീറോ ഇൻ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം അവരെ വെടിവെച്ച് കൊല്ലുന്നതിനേക്കാൾ ജീവനോട് പിടിക്കൽ പ്രധാനമാണ്. നമ്മൾ ലോകത്തിന് മുന്നിൽ പറയണം, പാകിസ്ഥാനും ഈ ഹാഷിം മൂസയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് പാകിസ്ഥാൻ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് ലോകത്തിന് മുന്നിൽ പറയണമെങ്കിൽ ആ തെളിവ് നിർണായകമാണ്. സ്കെയിൻ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പാകിസ്ഥാൻ, ഷഹബാസ് ഷെരീഫ് ലോകരാജ്യങ്ങളുടെ വാതിലൊക്കെ പോയി മുട്ടുകയാണ്, ഞങ്ങളെ സഹായിക്കണേ എന്നുള്ളതാണ് അവരുടെ വിലാപം. അമേരിക്കയിൽ പോയി മുട്ടി. UN സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇറങ്ങിയൊരു പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്കെയിൻ: ടേമിംഗ് ഇന്ത്യാസ് എസ്കലേറ്ററി ആൻഡ് പ്രൊവോക്കേറ്റീവ് ബിഹേവിയർ ആസ് ഡീപ്ലി ഡിസപ്പോയിന്റിംഗ് ആൻഡ് വറീസം എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടുന്നതാണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങളെന്നാണ് പാക് പ്രധാനമന്ത്രി. അപ്പോൾ നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ പാക് നേതാക്കളുടെയൊക്കെ വല്ലാത്ത രീതിയിലുള്ള പാനിക്കായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനയിൽ പാക് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്, ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നു, ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയും യുഎന്നോട് സംസാരിക്കുമ്പോഴും യുഎന്നോട് ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഇന്ത്യ അവിടെ ഞങ്ങളെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്, അതിൽ നിന്ന് അവരെ പിന്മാറ്റാൻ സഹായിക്കണേ എന്നുള്ള അപേക്ഷയാണ് UN മുന്നിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്ന് പറഞ്ഞാൽ 26 നിരപരാധികളായ മനുഷ്യരെ പോയിന്റ് ബ്ലാങ്കിൽ കൊന്നൊടുക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് ആ രാജ്യം നടന്ന നീക്കം വറീസമാണെന്ന് പറയുന്നത് ബാലിശമാണ് സ്കെയിൻ. അതിനുള്ള ശിക്ഷ അവർ ഏറ്റുവാങ്ങിയേ മതിയാവുകയുള്ളൂ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ബാരാമുള്ളയിലും ഉറിയിലും ഈ പറഞ്ഞ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിലും ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ അനുവാദമില്ല. മാത്രമല്ല, ഇനി പകർത്തിയാൽ തന്നെ അത് മീഡിയ അഡ്വൈസറാണ്, നമുക്ക് പ്രേക്ഷകരെ കാണിക്കാനും കഴിയില്ല. പക്ഷേ ഈ ഗ്രാമങ്ങളിലേക്കുള്ള ഒരുക്കങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാവുന്നുണ്ട്. ആ മേഖലയിൽ ജനങ്ങൾ, ഈ പറഞ്ഞ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ പഴയ ബങ്കറുകൾ തുറന്നത് വൃത്തിയാക്കുകയും അതിലേക്കുള്ള റേഷൻ ശേഖരിക്കുക പോലും ചെയ്യുന്ന പല അതിർത്തി ഗ്രാമങ്ങൾ നമ്മൾ കണ്ടു. മാത്രമല്ല, വലിയ സൈനിക നീക്കങ്ങൾ നടക്കുന്നു. അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനും ഇത്തരത്തിലുള്ള അവർക്ക് ലഭ്യമായ എല്ലാവിധ ആയുധങ്ങളും അതിർത്തി മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പുറത്തെ കാര്യങ്ങൾ നമുക്കങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും കൃത്യമായ സേനാ വിന്യാസങ്ങൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ നാവികസേനയുടെ ആ മുന്നറിയിപ്പൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. 3 സേനാ വിഭാഗങ്ങളും പൂർണ്ണമായി സജ്ജമാണ് സ്കെയിൻ. ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഈ 3 സേനാ വിഭാഗങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും എണ്ണയിട്ട് യന്ത്രം പോലെ പൂർത്തിയാക്കി. ഈ പറഞ്ഞ കോപ്പ് മൊബിലൈസേഷൻ, ഈ പറഞ്ഞ പട്ടാള മൊബിലൈസേഷൻ ഒക്കെ പൂർത്തിയാക്കി എല്ലാത്തിനും സജ്ജമായി ഒറ്റ ഉത്തരവിന് കാത്ത് അങ്ങനെ നിലയുറപ്പിക്കുകയാണ്. ആ ഉത്തരവ് എപ്പോൾ, ഏത് രീതിയിൽ, എങ്ങനെ എന്നത് മാത്രമാണ് രാജ്യത്തിന്റെ ആകാംക്ഷ. അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നതാണ് ഈ പഹൽഗാമിൽ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. പഹൽഗാമിൽ നിന്നാണ് ആഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേർന്നത്.